എന്താണ് കാരേജ് ഇൻവേർഡും കാരേജ് ഔട്ട്വേർഡും? കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നു. അതുപോലെ തന്നെ കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നു. രണ്ടും എക്സ്പെൻസ് തന്നെയല്ലേ? പിന്നെ എന്തിനാ ഒന്നിനെ കാരേജ് ഇൻവേർഡ് എന്നും ഒന്നിനെ കാരേജ് ഔട്ട്വേർഡ് എന്നും പറഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ടിലും പി&എൽ അക്കൗണ്ടിലും കാണിക്കുന്നത്? സ്വാഭാവികമായിട്ടും ചിലർക്ക് തോന്നുന്നൊരു ഡൗട്ടാ. അത് നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം. എടാ, കാരേജ് ഓൺ ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സപ്ലയറിന്റെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ചത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടായി കാണുമായിരിക്കും അല്ലെ? സോ അതിനെ പറയുന്ന പേരാണ് കാരേജ് ഇൻവേർഡ്. എങ്ങനെ? ഇൻവേർഡ്. സപ്ലയറിൽ നിന്ന് എങ്ങോട്ടേക്ക്? ഓൺ പ്രിമൈസ്, നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചാർജ്. സോ പർച്ചേസുമായിട്ട് ഡയറക്ട്ലി, നമ്മുടെ മാനുഫാക്ചറിംഗുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിരിക്കുന്ന, പർച്ചേസുമായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിരിക്കുന്ന, അതുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ കാരണം. ഇനി നമുക്ക് നേരെ കാരേജ് ഔട്ട്വേർഡിലേക്ക് വരാം. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കസ്റ്റമറിലേക്ക് ഈ ഒരു ഐറ്റം ട്രാൻസ്പോർട്ട്, നമ്മുടെ ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് എന്ത് കാരേജ് ഔട്ട്വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഡയറക്ട്ലി നോട്ട് റിലേറ്റഡ് ടു ആ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ്, മാനുഫാക്ചറിംഗോട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിന് എന്തിനു കാണിക്കുന്നു? പി&എൽ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. സോ കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു പർച്ചേസ്, കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു സെയിൽ. ഇനി നമുക്കൊരിക്കലും ആ ഒരു കൺഫ്യൂഷൻ വേണ്ട.